ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി പേര് ആത്മീയ ലോകത്തിൽ നിന്നുണ്ട്. സെക്യുലർ ഫീൽഡിൽ ഉള്ളതുപോലെ തന്നെ സ്പിരിച്വൽ ഫീൽഡിലും നിലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും നല്ലൊരു നാളേക്കായി, നല്ലൊരു ഭാവിക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. അതാണ് നിലനിൽക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യരോട് നമ്മൾ കാണിക്കുന്നതായ ഓണർ. നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നു, നമ്മൾ ദൈവത്തെ ഓണർ ചെയ്യുന്നത്. സെയിം ടൈം നമ്മുടെ സഹജീവികളോട്, നമ്മളുടെ സഹപ്രവർത്തകരോട് നമ്മൾ കാണിക്കുന്നതായ ബഹുമാനം. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്നത്തെ യൂത്ത് മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം നല്ലൊരു ഭാവിക്കായി, നല്ലൊരു നാളേക്കായി, അതിലെ ഒരു പുതിയ തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ പറയാറുണ്ട് ന്യൂ ജനറേഷൻ. സത്യത്തിൽ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ന്യൂ ജനറേഷൻ ഈസ് എ ബ്ലെസ്സിങ്. കാരണം നെക്സ്റ്റ് ഒരു ജനറേഷൻ ഇല്ലാതെ കർത്താവിന്റെ രാജ്യം എങ്ങനെയാ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്? നമുക്ക് പിറകെയുള്ള ജനറേഷനായി, നമ്മുടെ പിതാക്കന്മാർക്കായി നാം ദൈവത്തെ സ്തുതിക്കുന്നു, നാം അവരെ ഓണർ ചെയ്യുന്നു, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഇന്നെ കാണുന്ന ഈ തലമുറയോട് കർത്താവ് പറയുന്നു, ഒന്ന് ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും നിങ്ങൾ ബഹുമാനിക്കുക, നിങ്ങളുടെ അനുഗ്രഹത്തിനായി, നല്ലൊരു നാളേക്കായി. രണ്ട്, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനോട് നാം കാണിക്കുന്നതായ സ്നേഹവും ബഹുമാനം. ഇന്ന് ആത്മീയ ലോകത്തില്, സ്പിരിച്വൽ വേൾഡില് നമുക്കറിയാം, പാടുന്നവരൊത്തിരി ഉണ്ട്, പ്രസംഗിക്കുന്നവരൊത്തിരി ഉണ്ട്, പ്രവചിക്കുന്നവരുണ്ട്, ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്നവരുണ്ട്, നല്ല ടാലന്റുകൾ, കീബോർഡ് പ്ലേ ചെയ്യുന്നവർ, വയലിൻ വായിക്കുന്നവർ, ഡ്രംസ് വായിക്കുന്നവർ, ഫ്ലൂട്ട് വായിക്കുന്നവര്, ഗിറ്റാർ വായിക്കുന്നവര്, ബേസും ലീഡും ഒക്കെ വായിക്കുന്നവർ, ഒത്തിരി ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി പേര് ആത്മീയ ലോകത്തിൽ നിന്നുണ്ട്. സെക്യുലർ ഫീൽഡിൽ ഉള്ളതുപോലെ തന്നെ സ്പിരിച്വൽ ഫീൽഡിലും അതിശക്തമായ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമായ നിലയിൽ, അല്ലെങ്കിൽ ഒരു 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 നിറവിൽ നിൽക്കുകയാണ് എല്ലാ മേഖലകളും. കൺവെൻഷൻ നടക്കുന്നു, മീറ്റിംഗ് നടക്കുന്നു, ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. എത്ര മലയാളക്കരയിൽ തന്നെ നമുക്ക് എത്ര നല്ല പ്രസംഗകരാവുള്ളേ, എത്ര അനുഗ്രഹീതരായ പ്രവാചകരാവുള്ളേ, എത്ര അനുഗ്രഹീതരായ പാട്ടുകാരാവുള്ളേ. പക്ഷെ എവിടെയോ ഒരു ഷോർട്ടേജ് ഒരു വിഷയത്തിൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ അല്ലെങ്കിൽ നന്മകൾ ഉണ്ടാകുവാൻ തടസ്സമായി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അത് പലപ്പോഴും പലരും ശ്രദ്ധിക്കുന്നില്ല. പാട്ട് നടക്കുന്നു, പ്രസംഗം നടക്കുന്നു, പ്രവചനം നടക്കുന്നു, ഹീലിംഗ് മിനിസ്ട്രി നടക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ യൂത്ത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ പരസ്പരം കൊടുക്കുന്ന ഒരു സ്നേഹം, പരസ്പരം കൊടുക്കുന്ന ഒരു ബഹുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഒരു സ്നേഹവും ബഹുമാനവും ഐക്യതയും ഒക്കെ പലയിടത്തുനിന്നും ഇന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു നാളേക്കായി, നല്ലൊരു ഭാവിക്കായി ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഒരിക്കലും നിങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ആ ട്രെൻഡിൽ, നിങ്ങളുടെ ഭാഷ ഞാൻ പറയാം, ആ ട്രെൻഡിനകത്ത് എല്ലാരെയും കളിയാക്കുക, എല്ലാരെയും പരിഹസിക്കുക, ദൈവത്തെ ദൂഷിക്കുക, ട്രോളുകൾ ഉണ്ടാക്കുക, മറ്റൊരുത്തനെ തകർക്കാൻ ശ്രമിക്കുക, ഹല്ലേലൂയ, നമ്മുടെ സഹപ്രവർത്തകരോട് ബഹുമാനം ഇല്ലാതെ പെരുമാറുക, മാതാപിതാക്കളെ ഡിസോണർ ചെയ്യുക, അങ്ങനെ നിൽക്കുന്ന ട്രെൻഡിനകത്ത് ഒരിക്കലും നിങ്ങൾ വീണു പോകരുത്. കാരണം ദൈവവചനം കാലഘട്ടത്തിനൊത്ത്, സമയത്തിനൊത്ത്, സാഹചര്യത്തിനൊത്ത് മാറുന്നതല്ല. ബൈബിളിനകത്ത് ഇതാ ഒരു പുതിയ ട്രെൻഡ് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. കഴിഞ്ഞ ഏകദേശം 2000 വർഷത്തിലധികമായിട്ട് ഇതിനൊറ്റ ട്രെൻഡേ ഉള്ളൂ. ആ ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോഴും ഇത് നിൽക്കുന്നത്. ആകാശവും ഭൂമിയും മാറിയാൽ ഈ പുസ്തകം മാറുന്നില്ല. ഇപ്പൊ ഒരു മൂവി സക്സസ് ആയി കഴിഞ്ഞാൽ അതിന്റെ പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ഇറങ്ങും. ഒരാൾ എഴുതിയ ഒരു പുസ്തകം ഒരു 1 മില്യൺ എബോവ് അത് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ, അത് വിൽക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉടനെ പുള്ളി അതിന്റെ പാർട്ട് 2 പുസ്തകം ഇറക്കും. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ മേളിൽ എഴുതി വെക്കും, ഇത് 1 മില്യൺ ആൾക്കാർ വായിച്ചതാണ്, ഇതിന്റെ മറ്റേ പുസ്തകം അതിന്റെ 2ാം പാർട്ടാണ്. പക്ഷെ ഇതുവരെ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടില്ലാത്ത ഒരേ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ, ഇതുവരെ ഒരു 2ാം പാർട്ട് ഇറങ്ങിയിട്ടില്ലാത്ത സക്സസ് ആയ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ, ഒരു ചരിത്രം ഉണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. The word of God never change. ദൈവവചനത്തിന് ഒരിക്കലും മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ സഹജീവികളെ നാം ബഹുമാനിക്കുന്നവരാകുക. ഞാൻ ഇത് സംസാരിക്കുന്നത് ചെറുപ്പക്കാരോടാണ്. നല്ലൊരു നാളേക്കായി, നല്ലൊരു ഭാവിക്കായി. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9, 10, 11 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. റോമർ 12-ന്റെ 9, 10, 11 വാക്യങ്ങൾ. സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ. ചെറുപ്പക്കാരെ, നിങ്ങളെങ്കിലും ഇതൊന്ന് എടുക്കണേ. ഞാൻ ഇത് അമ്മച്ചിമാരോടും അപ്പച്ചമാരോടൊക്കെ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്.
ഞാനിത് ഒരുപാട് TV പ്രോഗ്രാമുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് മെസ്സേജുകൾ ഇറക്കിയിട്ടുണ്ട്. ആരേലും ഒന്ന് ഇതൊന്ന് എടുക്കണേ പ്ലീസ്. സ്നേഹം നിർവ്യാജയായിരിക്കട്ടെ. കാരണം ഇന്നത്തെ എല്ലാ സ്നേഹത്തിനകത്തും മായമുണ്ട്, കലർപ്പുണ്ട്, അഴുക്കുണ്ട്. വ്യാജ സ്നേഹങ്ങൾ കൊണ്ട് ഇന്ന് ലോകം നിറഞ്ഞിരിക്കുകയാണ്. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. വ്യാജ സ്നേഹങ്ങൾ ഒത്തിരി നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ സിൻസിയറായിട്ട്, നിർവ്യാജമായിട്ട് പറ്റിക്കട്ടെ, കളിപ്പിക്കുന്നെങ്കിൽ കളിപ്പിച്ചുകൊണ്ട് പോട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഒത്തിരി, എന്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ വളരെ സ്നേഹിച്ച് കരുതി കൂടെ നിന്ന് എല്ലാം ആക്കി പലരെയും നമ്മൾ തീർക്കും. പക്ഷെ അവർ നമ്മളെ മറന്നേക്കാം, അവർ നമ്മളെ ഉപേക്ഷിച്ചേക്കാം, അവർ നമ്മളെ കളിയാക്കിയേക്കാം, അവർ നാളെ നമുക്ക് എതിരായേക്കാം എന്ന് കരുതി എനിക്ക് നാളെ വേറെ ആളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് നാളെ ഒരാളെ കരുതാതിരിക്കാൻ പറ്റുമോ? കാരണം സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്നേഹിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നമ്മൾ ഒരാൾക്ക് കൊടുത്ത ആള് നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയി, ആ നന്മ നമുക്ക് കിട്ടിയില്ല. ഇനിയും മേലാൽ ഒരുത്തനും ഒരു സാധനം ഞാൻ കൊടുക്കുകയില്ല. നമ്മൾ അന്നേരം പറയുമെങ്കിലും, നിങ്ങളൊരു ദൈവവേദലാണെങ്കിൽ, നിങ്ങൾ കർത്താവിന്റെ ഒരു മകനാണെങ്കിൽ മകളാണെങ്കിൽ, നമ്മൾ അങ്ങനെയൊക്കെ തീരുമാനം എടുത്താലും നമ്മൾ നാളെ കൊടുക്കുന്നേ. നാളെ നമ്മൾ എടുത്തു കൊടുക്കും. കാരണം ഇത് ഗിവിംഗ് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ്. ദൈവസ്നേഹം അകത്തുള്ളവൻ ഒരിക്കലും ജഡീകനാകാൻ പറ്റുകയില്ല. ദൈവസ്നേഹം അകത്തുള്ളവൻ ഒരിക്കലും തെറ്റായ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുകയില്ല. അവൻ എപ്പോഴും ഒരു ഡിസിഷൻ എടുത്താൽ അത് വേർഡ് ഓഫ് ഗോഡിൽ ബേസ് ചെയ്തായിരിക്കും അവൻ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട്, ഒരു ചെറുപ്പക്കാരനെങ്കിലും ഇതൊന്ന് എടുക്കണം. സ്നേഹം നിർവ്യാജമായിരിക്കണം. അത് കോളേജിൽ പഠിക്കുന്ന പെങ്കൊച്ചിനോടല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പാസ്റ്റർ, ഞാൻ ഇന്ന് ദൂത ഞാൻ എടുക്കുകയാണേ. അപ്പം ഞാൻ പറയുന്നത് ആ നിലകളിലുള്ള ഒരു കാര്യമല്ല. സ്നേഹം, എന്റെ സ്നേഹം നൂതൽ ഞാൻ എല്ലാവരോടും, നിങ്ങളുടെ അധ്യാപകരോട്, നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ സഹോദരങ്ങളോട്, നിങ്ങളുടെ സഹപ്രവർത്തകരോട്, നിങ്ങളുടെ സഭയിൽ വരുന്നവരോട്, ഹല്ലേലൂയ, നിങ്ങൾ ആരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരാളെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിരി ഒറിജിനൽ ആയിരിക്കണം. ഈ ഒന്ന് നോക്കി മുഖത്ത് നോക്കി ചിരിച്ചിട്ട് അങ്ങോട്ട് മാറി പല്ല് കടിക്കുന്നവരാകാതെ, ആവശ്യമില്ലാത്ത കാര്യം ആകാതെ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാളോട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്റെ ഒരു റിക്വസ്റ്റാ പറയുന്നത്. പലപ്പോഴും ഞാൻ അങ്ങനെയാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിരിക്കാതിരിക്കുക. അവരൊന്ന് ചോദിക്കും, പാസ്റ്ററിന് എന്നോട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ അന്നേരം പറയും, ഉണ്ട്, നിന്നോട് ഇങ്ങനെ ഉണ്ട്. ഞാൻ ചിരിക്കുകയല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷെ ഞാൻ മുഖത്ത് നോക്കി ഒരാളുടെ ചിരിച്ചിട്ട് അങ്ങോട്ട് മാറിയെന്ന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ എന്ന് പറയാറില്ല. അങ്ങനെയാകരുത്. ഈ പ്രാർത്ഥനയും ദൈവത്തോടുള്ള ബന്ധവും അടുപ്പങ്ങളും ഒന്നും ഒരിക്കലും വ്യാജമാകരുത്. സത്യം പറഞ്ഞാൽ അതൊരു കളിപ്പിക്കൽ പ്രസ്ഥാനമാണ്. ഞാൻ ഈ പറയുന്നത് എന്നാന്ന് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരാളെ നോക്കി മനസ്സിൽ ഉള്ളത്തിൽ ചിലത് വെച്ച് ചിരിച്ചു കാണിച്ച് കൈ കൊടുത്തിട്ട് അങ്ങോട്ട് മാറിയെന്ന് ആവശ്യത പറഞ്ഞ്, നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് പ്രകടമാകട്ടെ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രകടമാക്കാതിരിക്കാൻ ശ്രമിക്കണം. അത് കർത്താവിന്റെ സന്നിധിയിൽ തീർത്തേച്ച് വേണം ആ വ്യക്തിയുടെ അടുക്കൽ വരാൻ. കർത്താവെ, ഞാൻ മറ്റേ പുള്ളി ഇന്ന് ഞാൻ അവിടെ വെച്ച് കാണുന്നുണ്ട്, ഞാൻ ഇന്ന് കോളേജിൽ പോകുന്നുണ്ട്, ഞാൻ ഇന്ന് ചർച്ചിൽ പോകുന്നുണ്ട്, ഉറപ്പായിട്ട് ഇന്ന് അവനെ കാണാനുള്ള സാധ്യതകൾ എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ പൊന്നു ദൈവമേ, എൻ്റെ മനസ്സിൽ അവനോട് വല്ലാത്ത പ്രയാസമുണ്ട്. കർത്താവെ, ആ വേദന ഞാൻ നിനക്ക് തരികയാണ്, ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്, ആ ഫൊർഗീവ്നെസ്, ആ ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആ വേദന എന്നിട്ട് കർത്താവെ, അവൻ തന്ന വേദന വാക്കുകൊണ്ട്, വാട്സാപ്പിലെ മെസ്സേജ് കൊണ്ട്, അവൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് കൊണ്ട്, ആ കാര്യം കൊണ്ട് അവൻ എന്റെ ഹൃദയത്തിൽ തന്ന പെയിൻ ഞാൻ നിന്റെ കയ്യിലോട്ട് തരുന്നു. ക്ഷമ ഞാൻ അവന് കൊടുക്കുന്നു. ഞാനിന്ന് അവനെ മീറ്റ് ചെയ്യുന്നു. കർത്താവെ, സിൻസിയറായിട്ട് ഒന്ന് കണ്ട് മിണ്ടാനായിട്ട്, ചിരിക്കാനായിട്ട്, കൈ കൊടുക്കാനായിട്ട് എനിക്ക് കൃപ തരണേന്ന് പ്രാർത്ഥിച്ചേച്ചു വരണം. അല്ലാതെ ഉള്ളത്തി വെച്ച് കൈ കൊടുക്കരുത്. അങ്ങനെയുള്ളവർ വളരെയധികം വർദ്ധിക്കുകയാണ്. ഇലക്ഷൻ വെച്ചാൽ അവരെ ജയിക്കുകയുള്ളൂ. അതുപോലെ വർദ്ധിച്ചു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ നിങ്ങളുടെ സ്നേഹം, ബൈബിൾ പറയുന്നു, നിർവ്യാജമായിരിക്കട്ടെ. ഈ പത്രോസ് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, കർത്താവെ, സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ അവനോട് എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? അപ്പോ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ നീ പുള്ളി ചോദിച്ചത് എവിടെയോ കുഴപ്പം ഒപ്പിച്ചിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. 6 പ്രാവശ്യം പുള്ളിയോട് ഞാൻ ക്ഷമിച്ചു. ഇന്ന് രാവിലെ 7ാമത്തെ ഒരു കാര്യം ഞാൻ ക്ഷമിച്ചേച്ച് നിൽക്കുകയാണ്. മതിയോ? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു, 70 വട്ടം ക്ഷമിക്കണമെന്ന്. 7 × 70 490 പ്രാവശ്യം ക്ഷമിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിരുകളില്ലാതെ, ലിമിറ്റ്ലെസ് ആയിട്ട്, അളവുകൾ കൂടാതെ ക്ഷമയുള്ളവരായിട്ട് നിങ്ങൾ തീർന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭാവി ഉണ്ടാകും.
ഉറപ്പായിട്ട് നിങ്ങളുടെ ഓഫീസിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ നാളെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ കയറുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ കയറുകയാണ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോവുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഒപ്പം പ്രവർത്തിക്കുകയാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് വഴക്കുണ്ടാക്കുന്ന സ്വഭാവമാണെങ്കിൽ നിങ്ങളുടെ ജോലി പോകില്ലേ? ജോലി നഷ്ടപ്പെടില്ലേ? അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ടത് നിർവ്യാജ്യമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഹൃദയം, വ്യാജയില്ലാത്തൊരു സ്നേഹം, തീയതിനെ വെറുത്തിട്ട് നല്ലതിനോട്, നല്ല കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കാനുള്ളതായ താല്പര്യം. 10-ാമത്തെ വാക്യത്തില് അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരങ്ങളെ, സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. ഇത് എല്ലാവരോടും പറയാനുള്ള ഒരു ദൈവിക സന്ദേശമാണ്. ചെറുപ്പക്കാർക്ക് ഞാനിത് പറഞ്ഞു തരുന്നതിന്റെ കാരണം, നിങ്ങളാണ് നാളത്തെ വാഗ്ദാനങ്ങൾ, നാളെ അടുത്ത തലമുറ നിങ്ങളാണ്, നെക്സ്റ്റ് ജനറേഷൻ നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, മറ്റു പലർക്കും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനിക്കുന്നതിൽ, ഓണർ ചെയ്യുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണം. നമ്മുടെയൊക്കെ ആത്മീക ലോകം, സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത് മറ്റു പലതിലും മുൻപിലാണ്. ഇന്ന് സംഗീത സായാഹ്നം സന്ധ്യ ഉണ്ടായിരിക്കും, ഒരു 500 മ്യൂസീഷ്യന്മാരും അതിന്റെ പാട്ടുകാരും ഒക്കെ വന്ന് നിരന്ന് നിന്ന് ഭയങ്കര പരിപാടി നടക്കുക. പക്ഷെ ഈ നിൽക്കുന്ന പലതിനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല. ഒരുത്തന് പ്രോഗ്രാം കിട്ടുന്നത് മറ്റവന് ഇഷ്ടമല്ല, ഒരുത്തനെ ഇൻവൈറ്റ് ചെയ്യുന്ന അടുത്താക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ പല നിലകളിൽ സംഭവങ്ങൾ നടക്കുന്നു. ആത്മീയ ലോകത്തിൽ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സത്യമല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? ഒരു പച്ചക്കറി കടക്കാരന്റെ ശത്രു ആരാ? മറ്റൊരു പച്ചക്കറി കടക്കാരനാ. ഒരു ഇലക്ട്രോണിക്സ് കടക്കാരന്റെ പണി വെക്കുന്ന ആരാ? അപ്പുറത്തെ മറ്റേ ഇലക്ട്രോണിക്സ് കടക്കാരനാ. അത് മൊത്തം മറ്റെടുത്ത് കൊണ്ടുവന്ന് ചൈന സാധനം, കുന്നുമുള്ള സാധനം എന്നൊക്കെ പറഞ്ഞ് മറ്റവന് പണി വെക്കുന്ന ആരാ? അപ്പുറത്തെ ഇലക്ട്രോണിക്സ് കടക്കാരനാ. അപ്പൊ ഒരു ഇലക്ട്രോണിക്സ് കടക്കാരന്റെ ശത്രു മറ്റൊരു ഇലക്ട്രോണിക്സ് കടക്കാരൻ. ഒരു പച്ചക്കറി കടക്കാരന്റെ കടയിൽ ഇരിക്കുന്ന സാധനത്തിന് അതെല്ലാം വിഷമടിച്ചിട്ടുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് അടുത്ത പച്ചക്കറി കടക്കാരൻ. അപ്പം ഇങ്ങനെ നോക്കുമ്പം എല്ലാം ഒന്ന് കണക്ട് ചെയ്യണം. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല കേട്ടോ. ഒരു പാസ്റ്റർ ശത്രു ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്കൊക്കെ പിള്ളേരല്ലേ, ഊഹിച്ചെടുക്കാനുള്ള ബോധമുണ്ടല്ലോ. അങ്ങനെ ആകരുത് എന്ന് പറയാനാണ് ഈ സന്ദേശം. അങ്ങനെ ആകരുത്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ദശാംശം കൊടുക്കുന്നതിൽ മുന്നിലായിരിക്കണം, സ്തോത്ര കാഴ്ച കൊടുക്കുന്നതിൽ മുന്നിലായിരിക്കണം. ഒക്കെ പാട്ടൊക്കെ അങ്ങോട്ട് പാടുമ്പോൾ കസേരയിലൊക്കെ ചാടി എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം, അതിന് മുന്നിലായിരിക്കണം എന്നൊന്നും എഴുതിയിട്ടില്ല. പിള്ളേരെ, സഹോദരന്മാരെ അങ്ങനെ എഴുതിയിട്ടില്ല. ചെറുപ്പക്കാരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് ഇതാണ്: ഓണർ ചെയ്യുന്നതിൽ, ഇൻ ഓണർ പ്രിഫറിങ് വൺ അനദർ, ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ അന്യോന്യം മുന്നിൽ നിൽക്കണം. ഇത് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സഭയോട് ഞാൻ പറയുന്നു, സഭ കുടുംബങ്ങളോട് പറയുന്നു, നിങ്ങൾ ബഹുമാനിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും മുന്നിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലും നിങ്ങൾ പിന്നിലാകില്ല. ഇതൊരു ദൈവികമായ സന്ദേശമാണ്. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലും, ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവവചനത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവവചനത്തെ ബഹുമാനിക്കുന്നതിൽ, നിങ്ങളുടെ കൂട്ടുവേലക്കാരെ, സഹപ്രവർത്തകരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ, ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലും പിന്നിലായി പോകത്തില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ പലതിലും മുന്നിൽ നിന്നവർ, എല്ലാറ്റിലും മുന്നിൽ നിന്നവർ, സ്നേഹമില്ലായ്മ കൊണ്ടും പരസ്പരം പാരവെപ്പ് കൊണ്ടും പണി കൊടുപ്പ് കൊണ്ടും ഒക്കെ പുറകിലായി ഇന്ന് ഫീൽഡിൽ പോലും ഇല്ലാത്തവരായി മാറി. പലരും ഫീൽഡ് ഔട്ടായി. പ്രൈസ് ഗോഡ്. അപ്പം നിലവാരമുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, ആത്മീകമായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ, നല്ലൊരു ഭാവിക്കായി, നല്ലൊരു നാളേക്കായി ഈ വചനം ഏറ്റെടുക്കണം. ഇനി 11-ാമത്തെ വാക്യം നോക്കിയ റോമർ 12-ന്റെ വാക്യത്തിൽ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. സാഹചര്യ നിമിത്തം, കൊറോണ സിറ്റുവേഷൻസ് നിമിത്തം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ജോലി കിട്ടാത്ത നിമിത്തം, ഫൈനാൻഷ്യൽ ക്രൈസിസുകൾ നിമിത്തം, ഈ തൊഴിലില്ലായ്മകൾ നിമിത്തം, ഇപ്പൊ നമ്മൾ ഒത്തിരി അങ്ങനെയുള്ള സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ പല ബുദ്ധിമുട്ട് വരുന്നു. പഠിച്ചിട്ട് നിൽക്കുന്നു, ഇത്രയും നാളായിട്ട് ജോലിയൊന്നും കിട്ടിയില്ല, പല കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നു, ഒന്നും നടക്കുന്നില്ല, പലതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒന്നും അങ്ങോട്ടൊരു മൂവ്മെന്റ് ഇല്ല, എല്ലാം എവിടെയോ സ്റ്റക്കായി കിടക്കുന്നു. അപ്പോഴത്തേക്ക് പ്രാർത്ഥനയും കർത്താവിനുള്ള ബന്ധവും എരിവും എല്ലാം നഷ്ടപ്പെട്ട ആ ഉത്സാഹം അങ്ങ് പോയി. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ട് നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചാൽ, കർത്താവിന്റെ വചനത്തെ സ്നേഹിച്ചാൽ, ദൈവവചനത്തെ ബഹുമാനിച്ചാൽ, നിങ്ങളുടെ സഹപ്രവർത്തകരെയും സഹജീവികളെയും
മാതാപിതാക്കളെയും ബഹുമാനിക്കുന്നവരായി സ്നേഹിക്കുന്നവരായി നിങ്ങൾ നിന്നാൽ നിങ്ങളെ ഒന്നിലും പുറകിലാക്കാതെ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചുയർത്താൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ചേർന്ന് കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറയാം. അതുകൊണ്ടാണ് അവൻ ഈ നമ്മൾ ചോദിക്കും, ആശിഷെ ഇവിടെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ എന്റെ മുൻപില്. നമ്മൾ ചോദിക്കും ഞാൻ ആരെ ബഹുമാനിക്കേണ്ടി? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ സഭയിൽ വരുമ്പം പലർക്കും പാസ്റ്ററോട് നല്ല ബഹുമാനമുണ്ട്. കാണുമ്പോൾ ഉള്ള ബഹുമാനം ഉള്ളൂ എന്ന് എനിക്ക് അറിയത്തില്ല, അല്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാസ്റ്ററോട് എല്ലാവർക്കും ഭയങ്കരമായ ബഹുമാനമാണ്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിയോട്, ആ വലിയ വർഷിപ്പ് ലീഡറോട്, ആ പാട്ടുകാരനോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ എല്ലാവരെയും ഒന്നും എന്ത് ചെയ്യത്തില്ല, പലരും ബഹുമാനിക്കത്തില്ല. പക്ഷെ ബൈബിൾ അങ്ങനല്ല എഴുതിയിരിക്കുന്നത്, തിരുവചനത്തിൽ അങ്ങനല്ല പറയുന്നത്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവിന്റെ പ്രിയ ശിഷ്യനായ പത്രോസ് പറയുകയാണ്, എല്ലാവരെയും ബഹുമാനിപ്പീൻ, ഓണർ ഓൾ മെൻ. അതിനകത്ത് ജാതിയില്ലെന്നുള്ളതാണ്, മതമില്ല. നമ്മൾ പറയത്തില്ല എന്റെ പള്ളിക്കാരനെ ഞാൻ ബഹുമാനിക്കും, എന്റെ ചർച്ചുകാരനെ ഞാൻ ബഹുമാനിക്കും. അങ്ങനെയല്ല പറയുന്നത്, അങ്ങനല്ല എഴുതി. എല്ലാവരെയും ബഹുമാനിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിൽ ജാതിയും മതവും സഭയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറി, ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറി നിങ്ങളെ ആ ഓട്ടോറിക്ഷക്കാരൻ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിങ്ങളെ ഡ്രോപ്പ് ചെയ്തു. കാശ് എടുത്ത് കൊടുത്തിട്ട് പുള്ളി 50 രൂപ ചോദിച്ച സമയത്ത് 50 ഒന്നുമില്ല, 40 രൂപയേ ഉള്ളൂ, ഞാൻ ബഹളം ഉണ്ടാക്കാതെ. അവസാനം 50 രൂപ പുള്ളി മേടിക്കും, അത് ഉറപ്പാണ്. ഈ ബഹളമെല്ലാം ഉണ്ടാക്കിയാലും 50 രൂപ പുള്ളി നിങ്ങളുടെ ഇത് മേടിച്ചിരിക്കും. പക്ഷെ നിങ്ങളെ ഇത്രയും നേരം ആ വണ്ടി ഓടിച്ച് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോയ ആ ഓട്ടോറിക്ഷക്കാരനോട് ആ 50 രൂപ കൊടുക്കുന്ന കൂട്ടത്തിൽ താങ്ക് യു എന്നൊന്നോട് പറയണം. പുള്ളി ഒരു പക്ഷേ തിരിച്ച് യു വെൽക്കം എന്നൊന്നും പറഞ്ഞെന്ന് വരത്തില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷെ അടുത്തൊരു തലമുറ ആ നിലയിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ കൊണ്ട് തന്നാൽ കണ്ണെ നോക്കിയിട്ട് താങ്ക് യു എന്ന് പറയാൻ ഒരു മര്യാദ നമ്മൾ പഠിക്കണം. നമ്മുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ആ മനുഷ്യനെ, നമ്മുടെ തൊട്ടരികിൽ ഇരിക്കുന്ന ആ മനുഷ്യനെ, നമ്മുടെ കൺമുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയെ നമുക്ക് ഓണർ ചെയ്യാൻ പറ്റാതെ, സ്നേഹിക്കാൻ പറ്റാതെ, നമ്മൾ ഈ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ഞാൻ ഓണർ ചെയ്യുന്നു, ഗ്ലോറി എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്റെ മുൻപിൽ നിൽക്കുന്ന, ഞാനിപ്പോൾ എന്റെ കൺമുമ്പിൽ കാണുന്ന എന്റെ സഹജീവികളെ, എന്റെ സഹോദരങ്ങളെ, എന്റെ കൂട്ടുവേലക്കാരെ എനിക്ക് ബഹുമാനിക്കാൻ പറ്റാതെ, സ്നേഹിക്കാൻ പറ്റാതെ, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റാതെ, എന്റെ പാട്ടുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചെറുപ്പക്കാരോട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, വളരെ ആദരവോടെ പറയട്ടെ, ഒരു താങ്ക് യു പറയാനുള്ള മര്യാദയെങ്കിലും നാം പഠിച്ചിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ നാട്ടില് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ മറ്റു രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ 2 വണ്ടിക്ക്, 2 കാറിന്, ഒരു കാർ ഇത് സ്ട്രെയിറ്റ് വരുന്നു, ഒരു കാർ അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഈ 2 കാറിന് ഒന്നിച്ചു പോകാനുള്ള റോഡിന് വീതി കാണത്തില്ല. ഞാൻ മറ്റു യൂറോപ്യൻ, അമേരിക്കൻ രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള അവരുടെ ഒരു കൾച്ചറുണ്ട്. അപ്പൊ ഒരു കാറുകാരൻ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുമ്പം ഈ മറ്റേ കാറുകാരൻ ഇതുവഴി പോയിട്ട് ജസ്റ്റ് ചിലര് ഗ്ലാസ് താക്കും, ചിലര് ഗ്ലാസ് താക്കില്ല, എങ്കിലും അങ്ങോട്ട് നോക്കി കൈ ഒന്ന് എടുത്ത് കാണിച്ച് അത് പറഞ്ഞൊരു താങ്ക് യു. പുള്ളി വണ്ടി നിർത്തി തന്നില്ലേ, ഇങ്ങനെ കൈ ഒന്ന് എടുത്ത് കാണിച്ച് ഒന്ന് വിഷ് ചെയ്തിട്ടേ അവര് പോകത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഒരു കാറുകാരൻ ഇങ്ങോട്ട് വരുന്നു, നമ്മൾ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ ഇടിച്ചു കയറി അങ്ങ് പോയാൽ 2 പേര് ഒരഞ്ഞൊക്കെ അങ്ങ് പോവും. പക്ഷെ നമ്മൾ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ നോക്കുന്നത് എന്താടാ നിനക്ക് ഇങ്ങോട്ട് മാറ്റി തന്നാൽ എന്ന രീതിയിലാണ് നോക്കുന്നത്. ഇതൊരു കൾച്ചർലെസ് ആണ്, ഇതൊരു സംസ്കാരമില്ലായ്മയാണ്. ഹല്ലേലൂയ. നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ട്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആരെങ്കിലും ഒരു സഹായം, വണ്ടി ഒന്ന് ഒതുക്കി തന്നോ, നിങ്ങളുടെ കാർ ഇങ്ങോട്ട് വന്നപ്പോൾ, നിങ്ങളുടെ ബൈക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ആ മനുഷ്യൻ ഒതുക്കി തന്നോ, അങ്ങനെ ഒരു മര്യാദയാണ് നിങ്ങളോട് കാണിച്ചത്. ഒരു മര്യാദ ഒരാൾ ഇങ്ങോട്ട് കാണിക്കുമ്പോൾ അടുത്ത മര്യാദ അങ്ങോട്ട് കാണിക്കാൻ ഒരു സംസ്കാരം നമുക്കുണ്ടാകണം. പിന്നെ പാടിയാ മതി പെന്തിക്കോസ് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാന്നൊക്കെ. ഹല്ലേലൂയ. ആ ഒരു മര്യാദ കാണിക്കാൻ അടുത്ത തലമുറയ്ക്കെങ്കിലും കഴിയണം. താങ്ക് യു പറയാൻ, ഓണർ ചെയ്യാൻ, സ്നേഹിക്കാൻ കഴിയണം. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, എല്ലാവരെയും ബഹുമാനിപ്പി, ആരെയും ഡിസോണർ ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഒറ്റ മനുഷ്യരെയും ഡിസോണർ ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു
എനിക്ക് കിട്ടിയ ഒരു പിക്ചറിനകത്ത് ഇന്ന് പറ്റുവാണെങ്കിൽ ആ പടം ഞാൻ ഇതിനകത്ത് തരാം. ഒരു വെള്ളപ്പൊക്കത്തിനകത്ത് ഒരു പൊട്ടിപ്പോയ ഒരു ചെരുപ്പ്, ഒരു റബ്ബറിന്റെ ഒരു ചെരുപ്പ്, അതിന്റെ വള്ളിയെല്ലാം പൊട്ടിപ്പോയ, അതിന്റെ മേളിൽ 2 കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്നു. ഏതാ? ഈ സിൽപ്പറിനകത്ത്, ഈ റബ്ബറിന്റെ സിൽപ്പറിനകത്ത് വെള്ളപ്പൊക്കം, ഭയങ്കര ഫ്ലഡാ. അതിന്റെ മേളിൽ, ഈ പൊട്ടിപ്പോയ ചെരുപ്പിന്റെ മേളിൽ 2 കൊച്ചു കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്നു. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ് കമന്റ് ആയിട്ട്, പൊട്ടിപ്പോയ ഒരു ചെരുപ്പിനും 2 കോഴിക്കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയും, ഒന്നിനെയും വില കുറച്ച് കാണരുത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നിനെയും വില കുറച്ച് കാണരുത്. ഓടാതിരിക്കുന്ന ക്ലോക്ക് പോലും ഡെയിലി 2 പ്രാവശ്യം അതിന്റെ സമയം കറക്റ്റ് ആണ്. ഡെയിലി 2 ടൈംസ് അതിന്റെ കറക്റ്റ് ടൈം അത് കാണിക്കുന്നുണ്ട്. ഓടുന്നില്ല, ബാറ്ററി ഇല്ല, പക്ഷെ ഡെയിലി 2 തവണയെങ്കിലും അത് കറക്റ്റ് സമയം കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ മഴവെള്ളമൊക്കെ അടിച്ച് ഇളക്കി ചെളിയിലില്ലേ, ഞാൻ പറയാറുണ്ട്, ചെളിക്കകത്ത് പോലും ഒരു നീരുണ്ട്. നമ്മൾ കലങ്ങി കിടക്കുന്ന വെള്ളം, അടിച്ച് കലങ്ങി കിടക്കുന്ന വെള്ളം, എന്നോ ചെളി വെള്ളമായതെന്നൊക്കെ പറയുന്നില്ലേ, 2 ദിവസം കഴിഞ്ഞ് അത് സ്ഥലത്ത് ആ വെള്ളം ഉണ്ടെന്ന് പോയി നോക്കി, അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു തെളിനീര് നിൽക്കുന്ന കാണാം. ചെളിയെല്ലാം അടുക്കി പോയിട്ട് നല്ല കണ്ണീര് പോലത്തെ തെളിവെള്ളം മേളിൽ നിൽക്കുന്ന കാണാം. ചെളിക്കകത്തും ഒരു നീരുറവയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം, ആരെയും വില കുറച്ച് കാണുന്നവരാകാതെ എല്ലാവരെയും ബഹുമാനിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ആരെയും ഡിസോണർ ചെയ്യാതെ എല്ലാവരെയും ഓണർ ചെയ്യാനും നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പാസ്റ്റർ ആകാം, നിങ്ങളുടെ പേരൻസ് ആകാം. ഞാൻ പേരൻസിനെ കുറിച്ചൊക്കെയുള്ള വിഷയത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും ബഹുമാനിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ, സഹോദര വർഗത്തെ സ്നേഹിപ്പീൻ. ഇതൊന്നും, ഈ വാക്യങ്ങളൊന്നും വായിക്കാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ മറ്റൊരാളെ തകർക്കാന്, മറ്റൊരുത്തനെ ഇല്ലാതാക്കാന് ഈ പരിഹാസത്തിന്റെ വാക്കുകളും പരിഹാസത്തിന്റെ കാര്യങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ ഈ മുന്നോട്ട് പോകും. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ ദൈവം പറഞ്ഞ കാര്യമായി ചെയ്യുന്നതെന്ന്? ഒരിക്കലും അല്ല. എല്ലാവരെയും ബഹുമാനിപ്പീൻ. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾക്ക് ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരു താങ്ക്ഫുൾ ഹാർട്ട് നിങ്ങൾക്ക് ഉണ്ടാകണം, നന്ദിയുള്ള ഒരു ഹൃദയം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നന്ദിയുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നന്ദിയുള്ളവരായിരിക്കും. നിങ്ങൾ ചർച്ചിൽ വന്നു, ഒരാൾ നിങ്ങൾക്ക് ഒരു കസേര ഇട്ട് തന്നു. ആ കസേര ഇട്ട് തന്ന ബ്രദറിനോട്, പുള്ളി കസേര ഇട്ട് തന്ന ഒന്ന് മുഖത്ത് നോക്കി പറയണം, ബ്രദറെ താങ്ക് യു സോ മച്ച്, താങ്ക് യു സിസ്റ്ററെ, താങ്ക് യു ബ്രദറെ. നമ്മുടെയൊക്കെ മനോഭാവന എന്താടാ ഇങ്ങോട്ട് ഇട്ടാൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരിക്കലും ആകരുത്, ഒരിക്കലും ആകരുത് സഹോദരങ്ങളെ. നിങ്ങളുടെ നല്ല നാളേക്കായി, നല്ല ഭാവിക്കായി നിങ്ങൾ അങ്ങനെ ഉള്ളവരാകുവാൻ കർത്താവ് നിങ്ങളെ അറിയിക്കുന്നു. ഒന്ന് രണ്ട് വാക്യങ്ങൾ കർത്താവിന്റെ ദാസൻ ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇനിയുള്ള കാര്യം ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. പുറപ്പാട് 20-ന്റെ 12-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. അവൻ ഞാൻ എല്ലാവരെയും ബഹുമാനിക്കാൻ പറഞ്ഞു. എല്ലാവരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും, ശരിയാണ്. പക്ഷേ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനായിട്ട് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ, എനിക്ക് തോന്നുന്നു പാസ്റ്റർ 19-ാം അധ്യായത്തിന്റെ 32-ാം വാക്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാമോ? ലേവ്യ 19-ന്റെ 32. യെസ്, ഐ തിങ്ക്. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും. കണ്ടോ ചെറുപ്പക്കാരെല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോണേ. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയാണ്. നരച്ച മുടി. നിങ്ങൾ ബസ്സിനകത്തിരിക്കുകയാണ്, ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു സന്ദേശമാണ്. നിങ്ങൾ ബസ്സിലിരിക്കുമ്പം നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി, തല നരച്ച ഒരു അമ്മച്ചി, തല നരച്ച ഒരപ്പച്ചൻ, പ്രായമുള്ള ഒരു അച്ചായൻ, ഒരു അമ്മാമ ആ ബസ്സിനകത്ത് കയറി വരുമ്പം, ഇന്ന് ഒരുപക്ഷെ ബസ്സിനകത്ത് ആരാ വരുന്നേ, ആരാ കയറുന്നേ, ഈ സ്ഥലം എവിടാന്ന് പോലും പലർക്കും ബോധ്യമില്ല. കാരണം കേറുമ്പം മുതൽ ഇറങ്ങുന്നത് വരെ ഫോണിലാണ്, അല്ലേ? എന്റെ തല വന്ന് കമ്പിയിൽ ഇടിക്കാതിരിക്കുന്നത് തന്നെ ദൈവകൃപ. കാരണം ഫുൾ ടൈം ഈ ഫോണിനകത്താണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അതിനകത്ത് ബസ്സിനകത്ത് കയറുമ്പോ ഒരു തല നിറച്ച അപ്പച്ചനോ ഒരു അമ്മച്ചിയോ കാണുമ്പോ, ഇതെല്ലാ മതക്കാരും എല്ലാ ആൾക്കാരും ഓണർ ചെയ്യും, പ്രായമുള്ളവരെ. പക്ഷെ പ്രത്യേകിച്ച്
ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കൂട്ടത്തോട് ഞാൻ പറയട്ടെ, നിനക്ക് എഴുതി തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രായമുള്ള ഒരാളെ കണ്ടാൽ, നിന്നേക്കാൾ മുതിർന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ഒന്ന് എഴുന്നേൽക്കാനുള്ള മര്യാദയെങ്കിലും നമ്മൾ കാണിച്ചിട്ട് വേണം അന്യഭാഷ പറയാൻ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. പ്രായമുള്ളവന്റെ മുമ്പിൽ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഞാൻ യഹോവയാകുന്നു. അപ്പച്ചനെ അമ്മച്ചിയും കാണുമ്പം, പ്രായമുള്ളവരെ കാണുമ്പം, നിനക്ക് മീതെയുള്ളവരെ കാണുമ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് വരെ ആര് വന്ന് പറഞ്ഞു? യഹോവ എന്ന് പറഞ്ഞു. ഞാൻ യഹോവയാകുന്നെന്ന്. I am the Lord എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? I am the Lord. Thou shalt rise up before hoary head and honor the face of all men. Honor the face of all men. പ്രായമുള്ളവരെ കണ്ട വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ ചെറുപ്പക്കാരൻ, നോ, നെവർ ഡു. അപ്പനെയും അമ്മയെയും ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകും, നിനക്ക് നന്മയുണ്ടാകും. ഞാൻ ഇതിനൊരു ഉത്തമമായ ഒരു ഉദാഹരണം കാണിക്കാൻ പോവാണ്. ഒരു ഉത്തമമായ ഉദാഹരണം. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 20 മുതൽ 27 വരെ വായിക്കുമ്പം അതിപ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങൾക്ക് അവിടെ കാണാം. അത് നോഹയുടെ കാലത്തെ സംഭവമാണ്. നോഹയുടെ പുത്രന്മാരായ ശേമും യാഫേത്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ്. ജിജി പാസ്റ്റർ ഇതൊന്ന് വായിക്കുന്ന സമയത്ത് ഈ സ്ക്രീനിൽ ഇത് എഴുതിയും കാണിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിക്കോണം, വായിച്ചേ. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തന്റെ 2 സഹോദരന്മാരെ അറിയിച്ചു. ഷേമും യാഫേത്തും ഒരു വസ്ത്രം എടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ട് ഉണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്ന് പറഞ്ഞു. ഷേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ഷേമിന്റെ കൂടാരങ്ങൾ വസിക്കും. ഇത്രയേ ഉള്ളൂ, ചരിത്രം ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞുതരാം, മനസ്സിലാകുന്ന രീതി പറഞ്ഞുതരാം. നോഹ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, കൃഷി ചെയ്തു, ഒത്തിരി മുന്തിരിങ്ങ ഉണ്ടായി. അന്ന് നമ്മൾ മനസ്സിലാക്കണം, ന്യായപ്രമാണമൊന്നും കിട്ടിയിട്ടില്ലാത്ത കാലമാണ്, 10 കൽപ്പനകളൊന്നും കിട്ടിയിട്ടില്ലാത്ത കാലമാണ്. ആ കാലഘട്ടത്തിൽ നോഹ ഈ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അത് വീഞ്ഞാക്കി കുടിച്ചപ്പം പുള്ളി ലക്ക് കേട്ട് കിടന്നു. ആ സമയത്ത് അപ്പന്റെ വസ്ത്രം മാറിക്കിടന്നു. നഗ്നത കാണത്തക്ക രീതിയിൽ വസ്ത്രം മാറിക്കിടന്നു. ആ സമയത്ത് ഹാം എന്തോ ചെയ്തെന്നറിയാമോ? ഹാം വന്നിട്ട്, ഒരു മകനാണ് ഹാം വന്നിട്ട് പറഞ്ഞു, ഷേമിനെയും യാഫേത്തിനെയും അവന്റെ സഹോദരന്മാരോടെല്ലാം പോയി പറഞ്ഞു. അറിഞ്ഞായിരുന്നോ? നമ്മുടെ ആൾക്കാർ പറയത്തില്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ, അറിഞ്ഞായിരുന്നോ? പിന്നെ മറ്റേ പുള്ളിയുടെ കാര്യം അറിഞ്ഞായിരുന്നോ എന്നൊക്കെ പറയത്തില്ലേ? എന്നതുപോലെ ഈ ഹാമ ചെന്ന് പറഞ്ഞു, അപ്പന്റെ കാര്യം അറിഞ്ഞായിരുന്നോ? അടിച്ച് ഫിറ്റായി കിടപ്പുണ്ട്, ഡ്രസ്സ് പോലും ഇല്ല, ഞാൻ കാണിച്ചു തരാം, എന്നാ മനുഷ്യനെങ്ങേര് എന്നുള്ള രീതിയിൽ ആ നോഹ എന്ന പിതാവിനെ ആര് ഡിസോണർ ചെയ്തു? ഹാം ഡിസോണർ ചെയ്തു. പക്ഷേ ഷേമും യാഫേത്തും എന്താ ചെയ്തേ? ആ വാക്യം ഒന്ന് വായിച്ച. ഷേമും യാഫേത്തും എന്താ ചെയ്തേ? ഷേം യാഫേത്ത് ഒരു വസ്ത്രം എടുത്തു, ഇരുവരുടെയും തോളിൽ ഇട്ടു. ഷേമും യാഫേത്തും ചെയ്തത് അപ്പന്റെ നഗ്നത ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കല്ല, നാട്ടുകാരോടെല്ലാം വിളിച്ചു പറയുകയല്ല, വരുവീൻ വന്ന് കാണുവീൻ അപ്പന്റെ ഗുണം കണ്ടോ എന്ന് പറയുകയല്ല. അങ്ങനെയുള്ളവരായിരുന്നു ഈ കാലഘട്ടത്തിൽ കൂടുതലും. എന്തുകൊണ്ട് പലരും അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്നതുകൂടെ നാം മനസ്സിലാക്കണം. ഷേമും യാഫേത്ത് എന്താ ചെയ്തേ? വസ്ത്രം എടുത്ത് ഇരുവരും തോളിലിട്ടു. വിമുഖരായെന്ന് പറഞ്ഞാൽ അപ്പന്റെ നഗ്നത കാണാൻ, അങ്ങോട്ട് നോക്കാൻ മനസ്സില്ലാതെ വിമുഖരായി ചെന്ന് അപ്പന്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട്, അതിനകത്തോട്ട് നോക്കാൻ അവർ ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ട് പിതാവിന്റെ നഗ്നത കണ്ടില്ല. നമ്മുടെ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പൻ കുടിച്ചതാണോ തെറ്റ്, ഞാൻ പറഞ്ഞതാണോ തെറ്റ്? അപ്പൻ കുടിച്ചതാണോ തെറ്റ്, ഞാൻ പറഞ്ഞതാണോ തെറ്റ്? അങ്ങാര് ചെയ്തതാണോ തെറ്റ്, അത് ഞാൻ മറ്റുള്ളവരോട് പ്രസിദ്ധമാക്കിയതാണോ തെറ്റ്? തെറ്റ് ശരിയൊക്കെ ദൈവം പറയും, തെറ്റും ശരിയൊക്കെ ദൈവം പറയും, അവന്റെ വചനം പറയും. സ്തോത്രം. എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തെയും കണ്ണടച്ച് വിടണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. ദൈവവചനത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ ഈ വ്യക്തമാക്കുന്നത്. അപ്പന്റെ നഗ്നതകൾ വെളിപ്പെടുത്തുവാൻ, തിന്മയായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ, മറ്റുള്ളവരെ കളിയാക്കുവാൻ
പരസ്യക്കോലമാക്കുവാൻ ശ്രമിക്കുന്ന കുറെ ഹാമ്മാരെയും കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. ആ ഹാമ്മാരുടെ എല്ലാം ശ്രദ്ധയ്ക്ക് അവൻ തലമുറ, അവനും അവന്റെ തലമുറയും ശപിക്കപ്പെട്ടു. എന്നാൽ അപ്പൻ നഗ്നനെന്നും അറിഞ്ഞിട്ടും അപ്പന്റെ നഗ്നത മറയ്ക്കുവാൻ അപ്പന്റെ നഗ്നത മറയ്ക്കുവാൻ സ്റ്റെപ്പ് വയ്ക്കുകയും അങ്ങോട്ട് നോക്കുവാൻ വിമുഖത കാണിക്കുകയും ചെയ്ത ഷേമും യാഫേത്തും അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സത്യമായ കാര്യം നിങ്ങളോട് പറയട്ടെ. നോഹയെ സംബന്ധിച്ച് നോഹ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. നോഹ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ നോഹയ്ക്ക് അങ്ങനെ ഒരു തെറ്റുപറ്റി എന്ന് വെച്ചാൽ അവൻ കൃഷി ചെയ്തുണ്ടാക്കിയ മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി കുടിക്കുകയും അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ഒരു നഗ്നതയോടെ വെളിപ്പെട്ടു. പക്ഷേ അതൊരു അപ്പനാണെന്നുള്ള ബോധ്യം ആ മനുഷ്യൻ എനിക്ക് മീതെയുള്ള ഒരാളാണെന്നുള്ള ബോധ്യം ഈ താഴെ നിൽക്കുന്നവന്റെ ഉള്ളത്തിൽ ഉണ്ടാകണമായിരുന്നു. അപ്പനെ തിരുത്താം, അപ്പനോട് വേണമെങ്കിൽ പറയാം, അപ്പൻ മാത്രമുള്ളവൻ വേണേ പറയാം. കർത്താവിന്റെ വചനത്തിൽ യേശു പറഞ്ഞതുപോലെ നീയും അവനും തനിച്ചുള്ളപ്പോൾ ചെന്ന് പറയാം, അപ്പാ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാനത് അറിഞ്ഞിരുന്നു, ഇനി അപ്പൻ അത് ആവർത്തിക്കരുത്, അതൊരു തെറ്റായ കാര്യമാണ്. അല്ലാതെ നാട്ടുകാരോടല്ല ഇതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് കാണിച്ച് മൊത്തം എടുത്തും കൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന ഹാമ്മാരായി അടുത്ത തലമുറ തീരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുത്തനെ നിങ്ങൾക്ക് തിരുത്താനുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക, ആ വ്യക്തിയോട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ പറയുക. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആരും തിരുത്തപ്പെടുന്നില്ല, ശത്രുക്കൾ വർദ്ധിക്കുന്നു. പലർക്ക് എനിമീസ് ആയി തീരുന്നു, ശത്രുക്കളായി മാറുന്നു, വൈരാഗ്യങ്ങൾ വർദ്ധിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെളിവാരി എറിയുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. മറ്റൊരുത്തനെ നിനക്ക് ചെളിവാരി എറിയാൻ പറ്റണമെങ്കിൽ ആ ചെളി ആദ്യം നിന്റെ കയ്യിൽ പറ്റണം. നിന്റെ കൈ അഴുക്കാകാതെ ഒരിക്കലും വേറൊരുത്തനെ നിനക്ക് അഴുക്കാക്കാൻ പറ്റത്തില്ല. നിന്റെ ഹൃദയത്തിൽ അഴുക്കിരിക്കുന്നത് കൊണ്ടാ നീ മറ്റൊരുത്തനെ അഴുക്കാക്കാനായി ശ്രമിക്കുന്നത്. That is not good for your future. That is not good for your blessings. Hallelujah. നിങ്ങൾ ഹാമ്മാരായി തീരാതെ ശേമനെ പോലെ യാഫേത്തിനെ പോലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി മാറുക. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോത്തിന്റെ ഭാര്യയെ പോലെ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി തീരുന്നവരായി തീരാതെ മുൻപോട്ട് ഓടുന്നവരായിരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. പാസ്റ്ററെ, ഉൽപ്പത്തിയുടെ പുസ്തകം തന്നെ നമ്മൾ വായിച്ചില്ലേ, അതിന്റെ 11-ാം അധ്യായത്തിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് വായിച്ചാട്ടെ. 10 മുതൽ 15 വരെ. യെസ്. ഷേമിന്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന് 100 വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞ ശേഷം. ഇനി ഈ നമ്മൾ വായിച്ചില്ലേ, ഷേമിനെയും ദൈവം തമ്പുരാൻ യാഫേത്തിനെ അനുഗ്രഹിച്ചു, നോഹ അനുഗ്രഹിച്ചു. പക്ഷെ ഹാമിനെ എന്ത് ചെയ്തു? കഴ്സ് ചെയ്തു, ശപിച്ചു. അതിനകത്ത് ആ ഷേമിന്റെ ചരിത്രം, വംശപാരമ്പര്യം അവസാനം എഴുതി വരികയാണ്. ഷേമിന് 100 വയസ്സായപ്പോൾ. അപ്പൊ നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്താണ്? പുറപ്പാട് 20:12 നിനക്ക് നന്മയുണ്ടാകാൻ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ. അങ്ങനെ വായിച്ചില്ലേ? ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പനെ ബഹുമാനിച്ചവന്, അപ്പനെ സ്നേഹിച്ചവന് ഷേമിന് എന്തുണ്ടായി? ദീർഘായുസ് ഉണ്ടായി. ദീർഘായുസ് ഉണ്ടാകണ്ടല്ലേ അവിടെ എഴുതിയിരിക്കുന്നു 100-ാമത്തെ വയസ്സിലല്ലേ? അവൻ 100-ാമത്തെ വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദനെ ജനിപ്പിച്ചു. അടുത്ത വാക്യം വായിച്ചേ. അർപ്പക്ഷാദിനെ ജനിപ്പിച്ച ശേഷം ഷേം 500 സംവത്സരം ജീവിച്ചിരുന്നു. പിന്നെ എത്ര വർഷം ജീവിച്ചിരുന്നു? 500 വർഷം. അപ്പൊ 500 വർഷം കൂടെ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ ഷേമിന് എന്തുണ്ടായി? ദീർഘായുസ് ഉണ്ടായി. ദീർഘായുസ് ഉണ്ടായി. മകനെ, നിനക്ക് നന്മയുണ്ടാകാൻ, നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാൻ, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് മീതെ ഉള്ളവരെ നിങ്ങൾ ഡിസോണർ ചെയ്യരുത്. വേറൊരുത്തിന് അത് ചെയ്യുന്നത് കാണിച്ചും പ്രവർത്തിക്കുന്ന കാണിച്ചും നിങ്ങൾ അതിനകത്ത് പെട്ടുപോകില്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു സാധനം നിങ്ങളിലോട്ട് ഇമ്പാർട്ട് ചെയ്ത് വരരുത്. നല്ലൊരു ഭാവിക്കായി, നല്ലൊരു നാളേക്കായി ഈ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ കുറിക്കണം. 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ മോനെ. അടുത്ത വാക്യം വായിച്ചു. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശാലഹിനെ ജനിപ്പിച്ചു. ശാലഹിനെ ജനിപ്പിച്ച ശേഷം അർപ്പക്ഷാദ് 403 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഇതെല്ലാം ആരിൽ നിന്ന് വന്ന ജനറേഷനാ? ഷേമിൽ നിന്ന്, അപ്പന്റെ അനുഗ്രഹം മേടിച്ചവനിൽ നിന്ന് വന്ന ജനറേഷൻ. അടുത്ത വാക്യം വായിച്ചേ. ശാലേഹിന് 30 വയസ്സായപ്പോൾ അവൻ ഏബേറിനെ ജനിപ്പിച്ചു. ഏബേറിനെ ജനിപ്പിച്ച ശേഷം ശാലേഹ് 403 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഏബേറിന് 34 വയസ്സായപ്പോൾ അവൻ പേലകിനെ ജനിപ്പിച്ചു.
ഒരു ജനറേഷണൽ ബ്ലസ്സിങ് അവിടെ വരുന്ന കണ്ടോ? തലമുറ 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 തലമുറയായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അനുഗ്രഹം അവിടെ ഉണ്ടാകുന്ന കണ്ടോ? മക്കളെ, ഈ തലമുറ കൊണ്ട് അസ്തമിക്കാനുള്ളവരാകരുത് നിങ്ങൾ. അടുത്ത നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ടാണ് ശലോമോൻ, ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ എല്ലാ ചെറുപ്പക്കാരോടും തൊഴുകയോടെ പറഞ്ഞത്, നിന്റെ യൗവന പ്രായത്തിൽ തന്നെ നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. കാരണം എന്താ? തൊട്ട് താഴെ പറയുന്നേ, ദുർദിവസങ്ങൾ വരുന്നു എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ദുർദിവസങ്ങൾ വരുന്നു എന്ന് നീ മനസ്സിലാക്കി നിന്റെ യൗവന പ്രായത്തിൽ തന്നെ നിന്റെ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ നിന്റെ ജീവിതത്തെ ഏൽപ്പിക്കുക. നമ്പർ 1, സാമുവേൽ ചാപ്റ്റർ 2:30 എഴുതിയിരിക്കുന്നു. ചാപ്റ്റർ 2:30, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തെ മാനിക്കുന്ന തലമുറ, ദൈവത്തിന്റെ വചനത്തെ മാനിക്കുന്ന തലമുറ, അവർ നല്ലൊരു നാളേക്കായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി, സഹപ്രവർത്തകരോട് സഹസൃഷ്ടികളോട് കാണിക്കുന്ന ബഹുമാനം, എല്ലാവരോടും കാണിക്കുന്ന ബഹുമാനം നിങ്ങളുടെ നല്ല നാളേക്കായി, നല്ല ഭാവിക്കായി നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും നിന്റെ മീതെയുള്ള നിന്റെ മാതാപിതാക്കളോട്, നിന്റെ സ്പിരിച്വൽ പേരൻസിനോട്, നിന്റെ ഭൗതികമായ ഫിസിക്കലായിട്ടുള്ള പേരൻസിനോട് ഒക്കെ നിങ്ങൾ കാണിക്കുന്ന ഓണർ, ബഹുമാനം നിങ്ങൾക്ക് ജനറേഷണലായിട്ട് തലമുറ തലമുറ തലമുറയായിട്ട് ഒരു അനുഗ്രഹത്തിന്റെ കൈമാറ്റം നിങ്ങളിലേക്ക് വെളിപ്പെട്ടു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഫൈനലി ഞാൻ നിങ്ങളോട് പറയട്ടെ, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 23, 24, 25 ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവർക്ക്, മാനം എന്ന് പറയുന്നത് ഓണർ, ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് ഞാൻ ഏറ്റവും നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട്. ഈ ശരീരത്തിൽ ഭിന്നത വരാതെ എന്ന് പൗലോസ് ഇവിടെ പറയുന്നത് സഭയെ കുറിച്ചാണ്. സഭയ്ക്കകത്ത് ഭിന്നത വരാതിരിക്കണമെങ്കിൽ, സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന അവയവങ്ങൾ, വിശ്വാസികൾ, കുടുംബങ്ങൾ, ഞാനും നിങ്ങളും അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു, മാനം കുറഞ്ഞവയ്ക്ക് അധികം മാനം കൊടുക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തൂത് ഒന്ന് ഉള്ളത്തിൽ എടുക്കണം. എവിടെങ്കിലും ഒരു ഭിന്നത നിൽക്കുന്നെങ്കിൽ അതിന് ഒരു കാരണമുണ്ട് കേട്ടോ. എല്ലാ ഭിന്നതയുടെയും റൂട്ട് എന്ന് പറയുന്നത്, റൂട്ട് കേസ് എന്ന് പറയുന്നത് ഡിസോണറിങ് ആണ്. ഒരു വ്യക്തി അവന്റെ ഹൃദയം മുറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ ഹൃദയത്തിൽ മുറിവ് വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് വീണിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോലും അറിയാതെ ആ 2 വ്യക്തികൾ തമ്മിൽ ഒരു ഡിസ്യൂണിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ട്, ഭിന്നത ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഭിന്നത മാറാൻ, ഭാര്യയും ഭർത്താവും ആണെങ്കിലും, നിങ്ങളുടെ ജീവിത പങ്കാളിയാണെങ്കിലും, നിങ്ങൾക്ക് ഭിന്നത വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ജീവിത പങ്കാളിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓണർ ചെയ്യുന്നവരായിരിക്കണം, ബഹുമാനിക്കുന്നവരായിരിക്കണം. ഒരു ഭർത്താവിന്റെ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭാര്യ, ഒരു ഭാര്യ പറയുന്ന കാര്യത്തെ ഏതാണ്ട് ഭയങ്കര തലക്കനത്തോടെ, വളരെ പുച്ഛത്തോടെ കാണുന്ന ഒരു ഭർത്താവ്, ഉറപ്പായിട്ടും ഒരിക്കലും ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുകയല്ല. പൗലോസ് പറയുന്ന ഒരു കാര്യം ഒന്ന് വായിക്കാമോ? ബൈബിൾ കൊണ്ട് കിടക്കുന്നവരല്ലേ, എന്തായാലും ചെറുപ്പക്കാരെ നിങ്ങൾക്കിത് പ്രയോജനപ്പെടണം. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പലപ്പോഴും ലീഡർഷിപ്പ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. എത്ര പേര് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അടുത്തൊരു ജനറേഷൻ ഇത് ഞാൻ പറഞ്ഞു തരിക. ഫിലിപ്പിയർ 2:3 വാക്യം ഒന്ന് വായിച്ചേ. 2:3 വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 2:3 വാക്യം: ഒരുത്തൻ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയുടെ ഒരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. എന്റെ അടുത്തിരിക്കുന്നവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാന്ന് എണ്ണിയാൽ എല്ലാ പ്രശ്നവും അവിടെ കഴിയുകയാണ്. പ്രൈസ് ഗോഡ്. എല്ലാ പ്രതിസന്ധികളും അവിടെ കഴിയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോസ്, ഞാനാണോ വലുത്, നീയാണോ വലുത്, അവളാണോ വലുത്, അവനാണോ വലുത്. പണ്ടാരോട് പറഞ്ഞ പോലെ ഞാനാണ് ഏറ്റവും സഭയിലെ സീനിയർ. സ്തോത്രം. ഞാൻ ചർച്ചിൽ വന്നിട്ട് 20 വർഷമായി,
ഞാനാണോ വലുത്, നീയാണോ വലുത്, ഇവൻ ഇന്നലെ വന്നവനല്ലേ? നോ. എന്റെ മുമ്പിൽ നിൽക്കുന്നവനെ എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എനിക്ക് എണ്ണാൻ കഴിയണം. സ്തോത്രം. അങ്ങനെ ദൈവം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണിത്. പ്രത്യേകിച്ച് അതിനൊക്കെ വേണ്ടി ദൈവം കഴിഞ്ഞ 1.5 വർഷമായിട്ട് കർത്താവ് പ്രത്യേക സെറ്റപ്പുകളൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. സ്തോത്രം. കാരണം ഡോക്ടർമാരുടെ വരെ പനി നോക്കുന്ന വലിയ MBBS MD ഒക്കെ കഴിഞ്ഞ വലിയ ഫിസിഷ്യൻ ആയിട്ടുള്ള ഡോക്ടറിന്റെ രാവിലെ 2 സർജറിയൊക്കെ ചെയ്തിട്ട് വന്ന ഡോക്ടറുമായിട്ട് മുട്ടയും പാലും ബ്രെഡും മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ പുള്ളിയുടെ പനി നോക്കിയത് 7ാം ക്ലാസ് തോറ്റവനാ. നിക്ക് സാറേ, പനിയൊന്ന് നോക്കട്ടെ. പ്രൈസ് ലോർഡ്. അപ്പം ഞാൻ പറയുന്നതിന്റെ കാരണം, മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് എണ്ണുവാൻ എനിക്ക് കഴിയണം. ഡിസോണർ ചെയ്യരുത്. അവനെ വീട്, അവൻ ഒരു കഴിവില്ലാത്തവൻ, കഴിവ് കെട്ടവൻ. നെവർ നെവർ. ഞാൻ തൊഴുകയോടെ പറയട്ടെ, ദയവായിട്ട് ആരെയും കളിയാക്കരുതേ. മക്കളെ, ആരെയും പരിഹസിക്കരുത്. ദൈവം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവനല്ല. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്ന് പറഞ്ഞവനാ. അവൻ ഇരിക്കുന്ന ബെഞ്ചെ പോലും പോയി ഇരിക്കരുതെന്ന് പറഞ്ഞ ദൈവം പരിഹാസത്തെ പ്രൊമോട്ട് ചെയ്യുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എണ്ണണം. ഞാൻ ഉറപ്പായിട്ട് പറയട്ടെ, ആരാ നിങ്ങൾക്ക് എവിടെയാ ഒതുങ്ങുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആരെയാ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉപയോഗിക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഏറ്റവും വില കുറച്ച് നികിഷ്ടമായി കാണുന്നവനായിരിക്കും തമ്പുരാൻ ഒരു ദിവസം റൂട്ട് തിരിച്ച് കറക്കി നിന്റെ അനുഗ്രഹത്തിനായി അവനെ കൊണ്ടുവന്നിടുന്നത്. അതുകൊണ്ട് മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. എന്റെ ഭർത്താവ് ഒരു ശ്രേഷ്ഠനായ മനുഷ്യനാണ്. ആ ഭർത്താവ് ചിന്തിക്കുന്നു, എന്റെ ഭാര്യ ശ്രേഷ്ഠയായ ഒരു മകളാണ്. എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നു, എന്റെ പേരൻസിനെ നോക്കുന്നു, എന്റെ കുടുംബത്തെ നോക്കുന്നു, അവളുടെ ശ്രേഷ്ഠത എത്ര വലുതാണ് എന്നൊരു ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓണർ ചെയ്താൽ ആ വീടൊരു സ്വർഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യമല്ലേ? 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 Peter chapter 3 verse 7. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യയോട് കൂടെ വസിച്ച് സ്ത്രീജന ബലഹീന പാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കും. ഭാര്യയ്ക്ക് എന്ത് കൊടുക്കണം? ബഹുമാനം കൊടുക്കണം. ഓണർ. എല്ലാവരും എല്ലാ പ്രശ്നത്തിനും പരിഹാരം. അറ്റ്ലീസ്റ്റ് ഈ 1 മണിക്കൂർ മെസ്സേജിനകത്ത് ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോണേ. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം 2 ക്യാപ്സൂളിലാണ്: സ്നേഹവും ബഹുമാനം. ഈ 2 മരുന്ന് കഴിച്ചാൽ മതി, എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുപോകും. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ 2 ബോംബ് ഉണ്ടാക്കുകയാണ്: അപമാനിക്കുക, സ്നേഹിക്കാതിരിക്കുക, കയ്പ് വെച്ച് പുലർത്തുക, അവിശ്വസിക്കുക, തിന്മ പ്രചരിപ്പിക്കുക. ഈ 2 കാര്യം മതി ആ വ്യക്തിയെ തകർത്ത് കളയാൻ. കാരണം ഡിസോണറിങ് ദൈവം വെറുക്കുന്നു. സദൃശ്യവാക്യങ്ങൾ എടുത്തേ, 6-ാം അധ്യായം, അതിന്റെ സദൃശ്യവാക്യങ്ങൾ 6-ന്റെ 16 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചു. 16-19 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. എന്നാക്കെന്ന് നോക്കി. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചുരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും, ഫോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടമല്ലെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവനെ ദൈവം വെറുക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ എടുത്തേ, പെട്ടെന്ന് വായിച്ചേ. യെസ്. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇന്ന് മെസ്സേജ് അവസാനിപ്പിക്കും. എല്ലാ ചെറുപ്പക്കാരോടും പറയട്ടെ, നിങ്ങൾ ഒരു മാനപാത്രമാകണം. ഒരു മാനപാത്രം. ഹല്ലേലൂയ. പലരും മാനിക്കുന്ന ഒരു വെസലാകണം. അവിടെ എഴുതിയിരിക്കുന്നത്, ഈ ഷാൾ ബി എ വെസൽ അൻടു ഓണർ. ഒരു മാനപാത്രമായി സ്കൂളിൽ ചെന്നാൽ സ്കൂളിലുള്ള നിങ്ങളുടെ
അധ്യാപകർക്ക് നിങ്ങളോട് പ്രത്യേക സ്നേഹം ബഹുമാനം ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ സഭയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ സഭയിലെ ദൈവദാസന് നിങ്ങളൊരു പ്രത്യേക സ്നേഹം തോന്നണം. ഉള്ളം കൊണ്ട് ആ മനുഷ്യന് നിങ്ങളോടൊരു ബഹുമാനം തോന്നണം. ഇതെല്ലാം അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നാണ്. മാനം കൊടുത്താൽ നമുക്ക് മാനം കിട്ടും, സ്നേഹം സ്നേഹം കിട്ടും. ഞാൻ ഉറപ്പായും എൻ്റെ അനുഭവത്തിൽ, ഞാൻ ഒരു മർത്തോമ സമുദായത്തിൽ നിന്ന് വന്ന മനുഷ്യനാണ്. ഞാൻ മർത്തോമ സമുദായത്തിൽ ഒരുപാട് കുടുംബങ്ങളെ ആ നിലകളിൽ കണ്ടിട്ടുണ്ട്. പെന്തിക്കോസ് ലോകത്തിൽ പലരെയും കണ്ടിട്ടുണ്ട്. മറ്റുള്ളവനെ പരിഹസിക്കുകയും താറുമാറാക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവനെ തകർക്കാൻ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞില്ല, ഞാൻ സഭയുടെ പേര് പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണം. അതിനകത്ത് ജാതി മതമൊന്നുമില്ല. നീ മറ്റുള്ളവനെ ബഹുമാനിച്ചില്ലയോ, ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിനക്കില്ലയോ, ഉറപ്പായിട്ടും സ്വർഗത്തിലെ ദൈവം ഡിസോണറിങ്ങിന്റെ പെയിൻ എന്താന്ന് നിനക്ക് തന്നിരിക്കും. നീ ഒരുത്തനെ തകർക്കാൻ, അവനെ കീറി മുറിക്കാൻ, അവനെ പാര വെക്കാൻ, അവനെ ഇല്ലായ്മ ചെയ്യാൻ ഏതെങ്കിലും വഴികളിലൂടെ നീ ശ്രമിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും അതിന്റെ വേദന, രുചി, അതിന്റെ ടേസ്റ്റ് എന്താന്ന് അറിഞ്ഞേച്ചേ നിന്നെ അങ്ങോട്ട് വിളിക്കുകയുള്ളൂ. അത് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നിരിക്കും ഈ ഭൂമിയിൽ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ തലമുറ കൊണ്ട് നിന്റെ ജീവിതം തീരാതിരിക്കുവാൻ നല്ലൊരു നാളേക്കായി, നല്ലൊരു ഭാവിക്കായി ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക, ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മനുഷ്യ, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പയറിന്റെ വിത്ത് ഇട്ടിട്ട് പാവയ്ക്ക പിടിക്കണമെന്ന് പ്രാർത്ഥിക്കല്ലേ, പിടിക്കുകയല്ല. പാവലിന്റെ അരി ഇട്ടിട്ട് മത്തങ്ങ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലേ, മത്തങ്ങ വരൂല്ല. നീ വിതച്ചത് മാത്രമേ നീ കൊയ്യുകയുള്ളൂ. മാനം കൊടുക്കൂ, നിനക്ക് മാനം കിട്ടും. സ്നേഹം കൊടുക്കൂ, നിനക്ക് സ്നേഹം കിട്ടും. മറ്റുള്ളവരെ കരുതൂ, ആരെങ്കിലും ഒക്കെ നിന്നെയും കരുതും. ഹല്ലേലൂയ. നല്ലൊരു നാളേക്കായി, നല്ലൊരു ഭാവിക്കായി ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ച ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ കർത്താവിന്റെ കരങ്ങളിലോട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, അധരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്റെ കരം മറ്റുള്ളവരെ സഹായിക്കാനായിട്ടായി തീരട്ടെ. ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ ഒരാൾക്കൊരു ബ്ലഡ് വേണം. നിങ്ങൾ എ പോസിറ്റീവ് ആയിരിക്കാം, ബി പോസിറ്റീവ് ആയിരിക്കാം. നിങ്ങൾ നല്ലൊരു ബ്ലഡ് ഡൊണേറ്റർ ആയിട്ട് മാറണം. രക്തദാനം ചെയ്യുന്നവരായിട്ട്, ആവശ്യക്കാരുടെ അടുത്ത് പോയി സഹായിക്കുന്നവനായിട്ട്, ഏത് കാര്യത്തിനും മറ്റുള്ളവർക്ക് ഒരു സഹായിയായിട്ടൊക്കെ നിൽക്കണം. മക്കളെ, ആർക്കെങ്കിലും ഭക്ഷണം വേണോ? ഫുഡില്ലാതെ ആരെങ്കിലും വിശന്ന് റോഡിൽ ഇരിക്കുന്നോ? നിന്റെ പോക്കറ്റിൽ 100 രൂപ ഇരിപ്പുണ്ടെങ്കിൽ, ബാക്കി വണ്ടിക്കൂലിക്കും കാശുണ്ടെങ്കിൽ, നാളെ 100 രൂപ വേറെ ദൈവം തരുമെന്നേ. അനുഭവത്തിൽ നിന്നായി പറയുന്നേ. ആ 100 രൂപ കൊടുത്ത് ഒരു ഊണ് മേടിച്ച് ആ മനുഷ്യനോട് കൊടുക്കണം. കൊടുക്കുന്നേ, ദൈവം മാനിക്കുമെന്നേ. അത് കർത്താവേ, ഇത് അടുത്ത 5 ദിവസത്തേക്കുള്ള വണ്ടിക്കൂലിയാണ്, അടുത്ത 10 ദിവസത്തേക്കുള്ള വണ്ടിക്കൂലി നിനക്ക് ദൈവം തരും. കൊടുക്കുന്നേ, കൊടുത്തു പഠിക്കും മക്കളെ. സ്നേഹിച്ചും ബഹുമാനിച്ചും ഓണർ ചെയ്തും ആരെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് വേണ്ടി ചെയ്താൽ ഒരു താങ്ക് യു പറഞ്ഞും, നിങ്ങൾക്ക് മാനം തരുന്നവർക്ക് മാനം കൊടുത്തു, നിങ്ങൾക്ക് മാനം തരാത്തവർക്ക് പോലും പ്രശ്നങ്ങളുടെ പരിഹാരം അവിടെ. നിങ്ങൾക്ക് ഒരാൾ കൈ തന്നില്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഒരാൾ കൈ തന്നില്ല, മുഖവും വീർപ്പിച്ച് സൈഡേ കൂടെ പോയി. നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട്, എന്നാ ബ്രദറെ കണ്ടിട്ടും മിണ്ടാതെ പോലെ, എന്നാ കണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ, എങ്ങനെ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കൈ കൊടുത്തേ. പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ പദ്ധതികൾ അവിടെ തകരുകയാണ്. ശത്രുവിന്റെ ആശയങ്ങൾ അവിടെ ഇല്ലാതെയാകുകയാണ്. നല്ലൊരു നാളേക്കായി, നല്ലൊരു ഭാവിക്കായി നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു 41 ഇരുന്നേക്കാം. അങ്ങനെയല്ല. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. കർത്താവിനെ മാനിക്കാമോ? നിങ്ങൾക്ക് ജന്മം തന്ന് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെ മാനിക്കാമോ? ബഹുമാനിക്കാവോ? നരച്ചവന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാവോ? മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് ജീവിക്കാവോ? വിശന്നൊരുത്തൻ മുമ്പിൽ വന്നാൽ അവന് ഭക്ഷണം മേടിച്ചു കൊടുക്കാവോ? ദാഹിക്കുന്നവന് നിങ്ങൾ വെള്ളം കൊടുക്കാവോ? കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തക പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു കർത്താവ് വിശക്കുന്നവർക്ക് അപ്പം കൊടുത്തു, വിശക്കുന്നവർക്ക് അപ്പം വിളമ്പി, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്തു. അവർക്ക് എന്തായിരുന്നോ വേണ്ടത് അത് യേശു അവർക്ക് കൊടുത്തു. അതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഗുഡ് ന്യൂസ്. അതാണ് ഗുഡ് ന്യൂസ്. ദാറ്റ് ഈസ് എ ഗോസ്പൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൈനയിൽ നടന്ന ഒരു സംഭവം ഞാൻ ഇങ്ങനെ വായിച്ചത് പറയട്ടെ. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരമ്മ
ആ അമ്മ വഴിയോരത്ത് ഇങ്ങനെ ആപ്പിള്, കൊട്ടയ്ക്കകത്ത് ആപ്പിള് വിൽക്കുന്ന ഒരു അമ്മയാണ്. വഴിയോരത്ത് ഫുട്പാത്തിൽ ആപ്പിൾ വിറ്റുകൊണ്ടിരുന്ന ഈ അമ്മയുടെ ആപ്പിൾ കൂട, കാഴ്ചയില്ലാത്ത അമ്മയുടെ ആപ്പിൾ കൂട ഏതോ ഒരു വാഹനം സൈഡ് എടുത്തു പോയപ്പം എല്ലാം കൂടി ഇടിഞ്ഞു മറിഞ്ഞ് താഴെ പോയി. അവർക്ക് മനസ്സിലായി അവരുടെ ആപ്പിൾ കൂടകളെല്ലാം താഴെ വീണു. അവർ തപ്പിയപ്പം കുറെയൊക്കെ തറയിൽ കിടപ്പുണ്ട്, കുറെയൊക്കെ അവർ വാരി കിട്ടും. നോക്കിയപ്പോ കൂടകൾ ഇങ്ങനെ ടച്ച് ചെയ്ത് എണ്ണിയപ്പം കൂടകളെല്ലാം ഇല്ല. ആപ്പിൾ എവിടേക്കോ പോയെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അതുവഴി പോയൊരു ചെറുപ്പക്കാരൻ, ഞാൻ കണ്ട ഒരു ഷോർട്ട് വീഡിയോ ആണത്, അതുവഴി പോയൊരു ചെറുപ്പക്കാരൻ ആ കൂടകളെല്ലാം തിരിച്ച് പെറുക്കി ആ ടേബിളിന്റെ മേളിൽ വെച്ച് ഉരുണ്ടുപോയ ആപ്പിളുകളെല്ലാം തിരികെ പെറുക്കിക്കൊണ്ട് വന്ന് ആ കൂടയ്ക്കകത്ത് കയറ്റി വെച്ച് ആ അമ്മയോട് പറഞ്ഞു, ഇനി എന്ന് കൗണ്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അവരെങ്ങനെ 1 2 3 4 5 ഇങ്ങനെ അവർ കൗണ്ട് ചെയ്ത് അവരുടെ കൂടകളും ആപ്പിളുകളും എല്ലാം തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ആ കണ്ണ് കാണാൻ വയ്യാത്ത അമ്മ ഈ മകനോട് ചോദിക്കുകയാണേ, ആർ യു ജീസസ്? ആർ യു ജീസസ്? നീ യേശുവാണോ? ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. ദാറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ന്യൂസ്. നിങ്ങൾ പാടുന്ന പാട്ടുകളെക്കാളും നിങ്ങൾ പറയുന്ന പ്രസംഗങ്ങളെക്കാളും ഒക്കെ ഏറ്റവും വില അതിനാ. പ്രിയപ്പെട്ടവരെ, ബഹുമാനിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, സ്നേഹിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, സഹായിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, ഉപകാരം ചെയ്തവരുടെ കണ്ണെ നോക്കി താങ്ക് യു പറയുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് നിന്റെ മക്കളെ നൽകി തരുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു നാളേക്കായി, നല്ലൊരു ഭാവിക്കായി ഇന്ന് കേട്ട സന്ദേശങ്ങൾ ഏറെ കരുതിക്കൊള്ളുവാൻ അവർക്ക് കൃപ ചെയ്യണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല സ്വഭാവത്തിനുടമകളായി അവർ തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവർക്കുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വാക്കിൽ, നടപ്പിൽ, പ്രവൃത്തിയിൽ, ആറ്റിറ്റ്യൂഡിൽ മറ്റു പലർക്കും അവരൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. May God bless you and I bless you in Jesus' almighty name. Amen.